ഹായ് കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു രസമാണ് ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാവർക്കും പനിയും ചുമയൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ചുമയൊക്കെ വരുന്ന സമയത്ത് ആ ചുമക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതുപോലൊരു രസം ഉണ്ടാക്കി ചോറുണ്ട് കഴിഞ്ഞാൽ ചുമക്കും നല്ല ആശ്വാസം കിട്ടും. പനിയൊക്കെ ഉണ്ടെങ്കിൽ ആ പനി നന്നായിട്ട് വിട്ടുമാറും ചെയ്യും. അപ്പോൾ അതിനാദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടി എടുക്കുക. ചട്ടിയിലേക്ക് വാളൻപുളി പിഴിഞ്ഞൊഴിക്കുക. വാളൻപുളി നിങ്ങൾക്ക് എത്രയാണോ രസം ആവശ്യം മാത്രം. ഞാൻ ഇവിടെ 7 പേർക്കുള്ള രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വാളൻപുളി പിഴിഞ്ഞൊഴിച്ചു 2 തക്കാളി മുറിച്ചിടുക. 2 തക്കാളി മുറിച്ചിട്ടതിന് ശേഷം പിന്നീട് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. എന്നിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കുക. നന്നായി തിളച്ച് വരണം. എന്നിട്ട് വേറൊരു ചട്ടി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂണും ടേബിൾ സ്പൂണും മാറരുത്, 1 ടീസ്പൂൺ ഉലുവ, അതേപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉണക്കമുളക് ഒക്കെ നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ഇറക്കാൻ നേരത്ത് ചൂടാറിയതിന് ശേഷം കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. നന്നായി അധികം തരി പൊടിയരുത്, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുക. മറന്നുപോയി, ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ടിട്ടുണ്ട്. കുരുമുളകും കൂടി ഇട്ടിട്ടാണ് വേണം ഒന്ന് അടുപ്പിൽ ചൂടാക്കിയെടുക്കാൻ. ചൂടാക്കിയതിന് ശേഷം അത് പൊടിച്ചിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ കൂട്ട് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറ്റുക. പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഈ തിളച്ച് വരുന്ന ഈ രസത്തിലേക്ക് ഈ കൂട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അത് ഗാർണിഷ് ചെയ്തെടുത്ത് അത് ചൂടോടുകൂടി ചോറിന് കഴിക്കുക. എല്ലാവരും ഇത് കണ്ട് എനിക്ക് ഇതിനുള്ള കമൻറ്റൊക്കെ അയക്കണം. എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എഴുതി അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, ബൈ.